പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വീണ്ടും ഒരിക്കൽ കൂടെ തിരുവചന ധ്യാനത്തിലും ശുശ്രൂഷയിലുമായിരിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കിയതിന് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ശക്തനായ ദൈവമേ, അങ്ങയുടെ വചനം അങ്ങ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. തമ്പുരാനെ, അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്താൽ ഞങ്ങളെയും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും പൂർണ്ണമായി വെളിച്ചത്തിലേക്ക്, നന്മയിലേക്ക്, തേജസ്സിലേക്ക് നയിക്കുമാറാകണമേ. അങ്ങയുടെ വിശുദ്ധമായ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഈ തിരുവചനം ഞങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സാധാരണയായിട്ട് മനുഷ്യൻ ആവശ്യങ്ങളിൽ ഒന്നിലും തൃപ്തിപ്പെടുന്നവനല്ല. ഒരാവശ്യം വന്നു കഴിയുമ്പോൾ അടുത്ത ആവശ്യം വീണ്ടും കയറി വരികയാണ്. അത് മാനുഷികമാണ്. അത് മനുഷ്യൻ്റെ വംശം തുടങ്ങിയ കാലം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു വലിയ സത്യവുമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തേ ഉത്തരം കിട്ടാത്തത് സാധാരണ ആൾ ചിന്തിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് ചിന്തിക്കുന്നൊരു വിഷയം ഇതാണ്: പർവ്വതങ്ങളെ നീക്കുന്ന പ്രാർത്ഥന, മലകളെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥന. അത് സാധ്യമായൊരു കാര്യമാണോ? മലകളോട് മാറാൻ കൽപ്പിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ പർവ്വതങ്ങളെ നീക്കുന്ന പ്രാർത്ഥന, അത് സാധ്യമായ കാര്യമാണോ? അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശു മിശിഹ ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിരിക്കുകയാണ്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ആ വചനം എങ്ങനെയാണ്? യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ. അതായത്, നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഇതാണ് അവിടെ യേശുവിൻ്റെ അടുക്കലുള്ള ഒരു പ്രാർത്ഥന. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് രോഗിയായിരിക്കുന്ന മകൻ്റെ പിതാവ് യേശുവിനോട് യാചിക്കുന്നത്. ഉടനെ യേശു തമ്പുരാൻ ഉത്തരം പറയുകയാണ്, കഴിയുമെങ്കിലെന്നോ. കഴിയുമെങ്കിലെന്നോ എന്ന് പറഞ്ഞാൽ, നിനക്ക് ഞാനിത് ചെയ്തു തരാൻ ശക്തിയുള്ളവരാണെന്ന് ബോധ്യമില്ല. അതാണ് തമ്പുരാൻ പറയുന്നത്. ഇന്ന് ശക്തനായ ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന, അല്ലെങ്കിൽ പറയുന്ന, നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ സാധാരണ ജീവിതത്തിലെ ദൈനംദിന സംഭവങ്ങളിലൂടെ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു വലിയ കാര്യമാണിത്. കഴിയുമെങ്കിലെന്നോ. നീ എന്തേ എന്നിൽ വിശ്വാസം ഉറപ്പിക്കാത്തത്? നീ എന്തേ എൻ്റെ ശക്തിയിൽ ഇപ്പോഴും നിനക്ക് സംശയം തോന്നുന്നത്? അതെ, അവിടെ ദൈവം പിശാച് ബാധിച്ച ബാലനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരുങ്ങിയിരിക്കുമ്പോൾ, അവൻ്റെ പിതാവ് പറയുകയാണ്, നിൻ്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം ഞാൻ ഇതിനെ ബഹിഷ്കരിക്കാൻ അപേക്ഷിച്ചു. അതായത് മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ ആ പിശാച് ബാധിച്ചിരിക്കുന്ന ബാലൻ്റെ അപ്പൻ, പിതാവ്, അവനോട് കർത്താവായ യേശു മിശിഹായോട് പറയുകയാണ്, അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. നിനക്ക് കഴിയുമെങ്കിൽ. 22-ാമത്തെ വചനം എങ്ങനെയാണ്? പലപ്പോഴും ഈ പിശാച് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഇതാണ് യേശുവിനോടുള്ള ആ പിതാവിൻ്റെ പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പല വഴികൾ പരിശ്രമിച്ചിട്ട് അതൊന്നും യാഥാർത്ഥ്യമാകാതെ വരുമ്പോൾ, അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രാർത്ഥനാ വിഷയമെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, ഞാൻ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ഏകജാതനായ യേശു മിശിഹ തമ്പുരാന്
എന്നെ രക്ഷിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ശക്തനായ ദൈവം ആ നിമിഷത്തിൽ നമ്മോട് ഇടപെടുകയാണ്. ഇവിടെ ഈ പിതാവ് യേശു തമ്പുരാനോട് ചോദിക്കുകയാണ്, കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണേ, നിനക്ക് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണേ. ഉടനെ യേശു തമ്പുരാൻ അതിന് കൊടുക്കുന്ന മറുപടിയാണ്, കഴിയുമെങ്കിലെന്നോ. നീ എന്താ പറഞ്ഞത്? കഴിയുമെങ്കിലെന്നോ. എന്നാൽ എൻ്റെ ശക്തിയെക്കുറിച്ച് നിനക്ക് ബോധ്യമില്ല, എൻ്റെ പരിമിതികളെക്കുറിച്ച്, എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിനക്ക് ബോധ്യമില്ല എന്നാണ് അവിടെ യേശു തമ്പുരാൻ അവനോട് ചോദിക്കുന്നത്. വിശ്വസിക്കുന്നവന്, എന്നിട്ട് തമ്പുരാൻ പറയാണ്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഹല്ലേലൂയാ. ശക്തനായ ദൈവമേ നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. അങ്ങ് തിരുവചനത്തിലൂടെ കൽപ്പിക്കുകയാണ്, വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, പർവ്വതങ്ങളെ നീക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ശക്തനായ ദൈവത്തോടുള്ള യേശു തമ്പുരാനുള്ള പ്രാർത്ഥനയ്ക്ക് പർവ്വതങ്ങളെ നീക്കാൻ കഴിയും, മലകളെ നീക്കാൻ കഴിയും. എന്തൊരു ബോധ്യമാണ്, എന്തൊരു വിശ്വാസമാണ്! ഇതിനാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പൂർണ്ണമായൊരു ബോധ്യം നമുക്ക് കിട്ടുക. അവിശ്വാസമുള്ള തലമുറയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ലെന്ന് തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനത്തിലും ദൈവം ഇത് തന്നെ വ്യക്തമായി നമ്മോട് കൽപ്പിക്കുന്നു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം അടിവരയിട്ട് പറയുന്നു, കഴിയുമെങ്കിലെന്നോ. അതായത് ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നിനക്ക് കഴിയുമെങ്കിൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് കഴിയുമെങ്കിൽ എന്ന് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവത്തിനെല്ലാം കഴിയുന്നവനാണ്. ആ ദൈവം പറയുന്നു, വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ, വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ, മലയോട് മാറി കടലിൽ പതിക്കാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും, അതും സംഭവിക്കും. നോക്കൂ, പ്രകൃതിയെ തന്നെ, പ്രകൃതിയുടെ ഓരോ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. ദൈവത്തിൻ്റെ കരുണ അവിടെ വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ ഭക്തന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ ലഭ്യതയാണ് ഇവിടെ തമ്പുരാൻ അടിവരയിട്ട് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുമാകട്ടെ, ദൈവം ശക്തനാണെന്നുള്ളൊരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവത്തെ കണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തെ നേരിൽ അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതോ പ്രാർത്ഥന ഒരു ചടങ്ങായിട്ട് എവിടെയോ ഇരിക്കുന്നൊരു ദൈവം, പ്രാർത്ഥന കേൾക്കുമെന്ന് പറയപ്പെടുന്നൊരു ദൈവം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നമ്മോട് ഇടപെടണമെന്നില്ല. മറിച്ച് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്നു, എന്നെ കേൾക്കുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലാകുന്നു. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞത്, 30-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്,
നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ എന്ന് പറഞ്ഞാൽ, നീ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിൻ്റെ ജഡത്തിൻ്റെ ചിന്തകൾ നിന്നെ ഭരിക്കുന്നുവെങ്കിൽ, നിൻ്റെ ഭൗതികതയുടെ ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളും നേട്ടങ്ങളുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ ദൈവത്തെ കാണാൻ നിനക്ക് കഴിയുന്നില്ല. ഇവിടെ തമ്പുരാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വാക്ക് നീ കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ, അതായത് ഒരു കംപ്ലീറ്റ്, ഒരു പൂർണ്ണമായ ഒരു ഇൻവോൾവ്മെൻ്റാണ് ദൈവം അവിടെ അഭിലഷിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഇൻവോൾവ്മെൻറ്റ്, ഈ പൂർണ്ണമായി ഒന്നാകൽ, ഈ ഒന്നിച്ചു ചേരൽ നമുക്ക് സാധ്യമാണോ? നമ്മൾ സ്നേഹമുള്ള ഒരാളെ ആലിംഗനം ചെയ്യുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് കെട്ടിപ്പിടിച്ചവനെ ആലിംഗനം ചെയ്യും. എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് നിന്നോട് അദമ്യമായ സ്നേഹമുണ്ട്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അതാണ് ആ കെട്ടിപ്പിടിച്ചുള്ള ആലിംഗനത്തിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, നമുക്കിഷ്ടമുള്ള ഒരാളോട് നമ്മൾ ഇടപെടുമ്പോൾ, മനസ്സും ആത്മാവും എല്ലാം തുറന്ന്, ഹൃദയമൊക്കെ തുറന്ന് പൂർണ്ണമായിട്ടൊരു സമർപ്പണമാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അനുഭവം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പൂർണ്ണമായ സമർപ്പണത്തിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുമ്പോഴാണ് അവിടെ വിശ്വാസം ഉളവാകുന്നത്, അവിടെയാണ് സംശയം ദൂരീകരിക്കപ്പെടുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മലകളെ നീക്കുന്ന പ്രാർത്ഥന അത് ഇന്നും സാധ്യമാണെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. നീ എങ്ങനെ പ്രാർത്ഥിക്കണം? ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം വ്യക്തമായിട്ട് പറയുന്നു. എന്താണ് പറയുന്നത്? നീ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് നീ ഇഷ്ടപ്പെടുന്നത്. നോക്കൂ, ദൈവം പറയുന്നു, നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉതിർന്നു വരട്ടെ. കർത്താവ് പഠിപ്പിക്കുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഒരു സീക്രട്ട്, ഒരു വലിയ ഒരു രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവം നമ്മെ കാണുകയും കേൾക്കുകയും എന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കാനാണ് ഈ പറയുന്നത്, നീ കതകടയ്ക്കുക. ഇന്ന് പലപ്പോഴും നമ്മൾ ഏകാന്തതയിലായിരിക്കുമ്പോഴും നമ്മുടെ കഥകൾ പലതും നമ്മൾ അടയ്ക്കാറില്ല. ഹൃദയത്തിൻ്റെ വാതിലുകൾ നമ്മൾ പൂർണ്ണമായി അടച്ച് ദൈവത്തിൻ്റെ നേരെ, ദൈവത്തിന് അഭിമുഖമായിരിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പലവിധ വിചാരങ്ങളാൽ, പലവിധ ചിന്തകളാൽ ആയിപ്പോകുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ വിശ്വാസം ഉളവാകുന്നില്ല. അവിടെ സംശയത്തിൻ്റെ മുളകൾ പൊട്ടിവരികയാണ്. മറിച്ച് ദൈവവുമായി അദമ്യമായ ഒരു സ്നേഹത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന രഹസ്യത്തിൽ ശാന്തമായി ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നത്. ആത്മാവിലുള്ള പ്രാർത്ഥന, അതായത് പരിശുദ്ധനായ ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമ്മെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. എങ്ങനെ? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ,
എങ്ങനെ പ്രാർത്ഥിക്കണം, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുമ്പോൾ നമുക്ക് ദൈവോന്മുഖമായി, ദൈവാഭിമുഖമായി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിന് ആത്മാവ് നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുകയാണ്. ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകൾ, നമ്മൾ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ജഡത്തിൻ്റെ ചിന്തകളും തോന്നലുകളുമൊക്കെ നമ്മെ വേട്ടയിടയേക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ചിന്തകൾ മാറിപ്പോയേക്കാം. എന്നാൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ മകൻ്റെ പിതാവ്, ശുദ്ധമുള്ള മർക്കോസ് രണ്ടാം സുവിശേഷം നമ്മൾ കാണുന്ന ആ പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവ് വലിയ ആഗ്രഹത്തോടെ, പൂർണ്ണമായ സമർപ്പണത്തോടെ, ഞങ്ങൾക്കിനി മറ്റു മാർഗങ്ങളില്ല ദൈവമേ, നീ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. അവിടെ ദൈവം വെളിപ്പെടുകയാണ്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്, അവന് സൗഖ്യം നൽകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ ഒരു ബോധ്യം നമുക്ക് തരുന്നു. നമ്മൾ ഇനിയും ലേഖനം പരിശോധിക്കുമ്പോൾ ശുദ്ധമുള്ളവനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മളൊരു വലിയ കാര്യം കാണുന്നുണ്ട്. 14-ാമത്തെ തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കുമുള്ളതാണ്. ഇവിടെ വചനം പഠിപ്പിക്കുന്നു, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം യാചിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. വി ഹാവ് ക്ലിയർ കോൺഫിഡൻസ്. നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്, ലഭിക്കുമെന്നുള്ള ഒരു നിശ്ചയമുണ്ട്. അത് നമുക്കുണ്ടാകണം. ആ ഉറപ്പ് ആരിലാണ്? കർത്താവായ യേശു മിശിഹായിലാണ് ആ ഉറപ്പ്. അപ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം, ഒരു ബോധ്യത്തോടുകൂടെ, ഒരു കോൺഫിഡൻസോടുകൂടെ പ്രാർത്ഥിക്കണം. തീർന്നില്ല, ഇനി നമുക്ക് കാണാം അവനിലുള്ള ഒരു വലിയ ഉറപ്പ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വിവിധ ആവശ്യങ്ങളെ ലഭ്യമാക്കണമെന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലേ? ചിന്തിച്ചേക്കാൻ നിങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ നിന്ന് വീരനാം ദൈവം, അതിശയിക്കത്തക്ക രൂപമുള്ള പിതാവിനോട് സമനായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി മാനുഷവേഷം ധരിച്ചെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മാനുഷിക വ്യാപാരങ്ങളെയും ചിന്തകളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയുന്നവനാണ് കർത്താവായ യേശു മിശിഹ. ആ ദൈവം ശുദ്ധമുള്ള യോഹന്നാൻ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മോട് കൽപ്പിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ യാചിച്ചുകൊള്ളുക. ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഇനി പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ മാറാത്ത വാഗ്ദാനമാണ് കർത്താവായ യേശു. എന്തും നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവത്തോട് നമുക്ക് എന്ത് ചോദിക്കാം. എന്നാൽ അവൻ്റെ തിരുഹിതത്തിനൊത്ത വണ്ണമുള്ള ഒരു പ്രവർത്തനവും ഒരു മനസാക്ഷിയും ഒരു ദൈവസ്നേഹവും നമ്മിൽ ഉളവാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം എന്തെങ്കിലും ചോദിച്ചാൽ, അതാണ് 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാചിച്ചാൽ പ്രാർത്ഥനകൾ നമ്മുടെ തോന്നലുകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും അധമമായ നേട്ടങ്ങൾക്കോ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ വേണ്ടി ആകരുത്. മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് വണ്ണം
ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. ആ പ്രാർത്ഥന പർവ്വതങ്ങളെ നീക്കാൻ ശക്തിയുള്ളതാണ്. ഇന്നും ജീവിക്കുന്നവനായ സർവശക്തനായ ദൈവം, മരിച്ചവനെ എഴുന്നേൽപ്പിച്ച് ജീവിപ്പിക്കുന്ന ദൈവം ഇന്നും സജീവമായി നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് മാറ്റമില്ല സഹോദരങ്ങളെ. തിരുവൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇത് നമുക്ക് പ്രാർത്ഥനയിലൂടെയാണ് സാധ്യമായിത്തീരുന്നത്. ദൈവം പറയുന്നു, ശുദ്ധമുള്ള യോഹന്നാൻ രക്ഷാസുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന് ഹിതകരമായിട്ട് അവനിഷ്ടമുള്ളത് പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നാം എല്ലാവരും വിശുദ്ധിയിലായിത്തീർന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായിത്തീരുക. തമ്പുരാൻ പഠിപ്പിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. 12-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ താഴ്ന്ന അധമമായ വികാരങ്ങളെയും ചിന്തകളെയും ആവശ്യങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് ഉത്തമമായ, സത്തമമായ, ഉദാത്തമായ നല്ല ചിന്തകളാലും വികാരങ്ങളാലും ആവശ്യങ്ങളാലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. തമ്പുരാൻ പഠിപ്പിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എങ്ങനെയാണ് എന്നെ അനുഗമിക്കുന്നത്? ഞാൻ കൽപ്പിച്ചിട്ടുള്ള തിരുവചനങ്ങളെ പ്രമാണിച്ച് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കണം. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം നമ്മിൽ ഇന്നും ഇതുപോലെ ഇടപെട്ട് ജീവിക്കുകയാണ്. ഈ ലോകത്തോട് ദൈവം കരുണയുള്ളവനാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നവരെല്ലാം ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. എന്നാൽ നാം ജീവിക്കുന്ന ലോകത്തിലെ തിന്മ നിറഞ്ഞ ഈ ലോകത്തിലെ തിന്മയ്ക്കെതിരെ പോരാടി കർത്താവായ യേശു മിശിഹായുടെ തിരുവചനങ്ങളുടെ പൂർണ്ണമായ അനുസരണത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കും നമ്മൾ യാചിക്കുന്നത്. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തിരിഹിതമായ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്ന് ഉയരുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്തിനും ഏതിനും ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പ്രാർത്ഥന. പ്രാർത്ഥന പ്രശ്നങ്ങളെ ഒഴിവാക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ഈ തിരുരക്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും നീക്കി വിശുദ്ധിയിലാക്കി തീർന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവ് യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അങ്ങിൽ നിന്നൊഴുക്കിയ രക്തവും വെള്ളവും ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി നന്മയുടെ അനുഭവത്തിലേക്ക്, അങ്ങയുടെ വിശുദ്ധ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിത്യജീവനിലേക്കുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുവചനത്തിന് അനുയോജ്യമായിരിക്കട്ടെ. ഇത് മുഖാന്തരം ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങൾ ഏർപ്പെടുന്ന തലങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും കൂട്ടായ്മയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.